ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. കുറേ നാളെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ആൻഡ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇച്ചേനെ പൊക്കി ഈ പോകുന്നത് ചിക്കൻ മേടിക്കാനാണ്. ഈ മരം കണ്ടോ, നല്ല കാറ്റത്ത് നമ്മുടെ കൊടയൊക്കെ മുകളിലേക്ക് പൊങ്ങി പറന്നു പോയി നിൽക്കൂലേ, അതുപോലെ ഇല്ലേ? എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമന്റ് ഇടണേ. ഇന്നത്തെ ദിവസം പ്രത്യേകത ഉണ്ട്. ബർത്ത്ഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ പറ. വെറും ചിക്കൻ ബിരിയാണി അല്ല, പൊതി ചിക്കൻ ബിരിയാണി. ബിസ്ക്കറ്റ് സത്യമായിട്ടും ഈ ഡിഷ് ടിവിയുടെ കൊട പോലെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവളുടെ കാലൊന്ന് പൊട്ടി. അത് അവൾ നക്കി 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 പഴിപ്പിച്ചു. അതുകൊണ്ട് ഡോക്ടർ കെട്ടിക്കൊടുത്ത. ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കണമെന്ന് ആളോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് മൂപ്പര്. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഞാൻ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ കുറേ പുസ്തകമൊക്കെ തുറന്നു വെച്ചിങ്ങനെ ഇരിപ്പുണ്ട്. പഠിക്കാന്നാ പറഞ്ഞേ. പിന്നെ അപ്പു ഇപ്പം 10th ലാട്ടോ. ഇത് അയച്ചു കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അയച്ചു വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് കണ്ടില്ലേ, കുറച്ച് ചിക്കൻ മാറ്റി വെച്ചാലോ എന്നത്ര. ഞാൻ സമ്മതിച്ചില്ല, മുഴുവനെ യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ എന്താ പിക്കബോയിൽ വന്നേക്കുവാണ്. നമ്മുടെ ഇസക്കുട്ടിയുടെ ഫുഡ് തീരാറായി. സോ അവർക്ക് വേണ്ടി ഫുഡും അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്രാവശ്യം പുതിയൊരു ബ്രാൻഡ് ഫുഡാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാറ് ഇസുവിൻ്റെ. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അങ്ങനെ ഇസുവിൻ്റെ ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് വിജേത സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ ഞാൻ കുഞ്ഞിലെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വലിയൊരു സ്റ്റോറായിരുന്നു. 2 ഫ്ലോറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മുകളിലത്തെ ഫ്ലോറൊക്കെ കളഞ്ഞ് ഒറ്റ നിലയാക്കി കുറച്ച് റിനോവേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ഞാനിങ്ങനെ നൊസ്റ്റാൾജിയയിൽ ഇങ്ങനെ നടക്കുകയാണ്, കുഞ്ഞിലെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുഞ്ഞിലെ തൊട്ടിങ്ങനെ കേട്ടോ ഞാനും പപ്പയാണ് ഷോപ്പിങ്ങിനൊക്കെ പോകാറ്. മമ്മി അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല, വളരെ ചുരുക്കമാണ് വരാറ്. പിന്നെ ട്രോളി പിടിക്കുന്ന ആളെപ്പോഴും ഞാനാണ്. അങ്ങനെ നമ്മൾ വന്ന് ബില്ലിങ്ങൊക്കെ ചെയ്തു. ഇതാണ് വിജേത സൂപ്പർ മാർക്കറ്റ്. ഇതുകൊണ്ട് ഹൈദരാബാദിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. സോ ഒരുപാട് ലേറ്റായി. ഞാൻ നമ്മുടെ പൊതി ബിരിയാണി എന്തായെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് മമ്മി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നു. സോ മമ്മി വനിതയുടെ മാഗസിനിലെ പേപ്പറൊക്കെ കീറി പൊതി ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. പിന്നെ പപ്പ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മമ്മി കറിയൊക്കെ ആക്കി. ബർത്ത്ഡേ പൊതി ബിരിയാണി. അപ്പം നമ്മുടെ പൊതി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പപ്പയോട് ചോദിക്കാം. ഇങ്ങനെയുണ്ട്. സത്യം പറയാലോ, ബിരിയാണി ഒരു രക്ഷയുണ്ടായാലോ, അടിപൊളിയായിരുന്നു. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റും കൂടി ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ലല്ലോ. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. എന്തെടുക്കോ പപ്പ? ഒന്നും പണിയില്ല, ഫുള്ള് മിസ്റ്റേക്ക് ആണോ? ആ ഇത് പൊട്ടിച്ചിട്ട് ടോട്ടലി ഷടാ. ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത പപ്പ. പപ്പയ്ക്ക് ഇതുപോലത്തെ ചെയ്ത് വെക്കുന്നതല്ലേ ഇഷ്ടം? ആ പോയതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു മേടിച്ച. ഒരെണ്ണം ബാക്ക് കവറാ. ബാക്ക് കവറിന്റെ കളർ പോയില്ലേ? എങ്ങനെയുണ്ട്? എന്ത് കൊള്ളാം? ക്യാമറ നോക്കി പറ. അടിപൊളി.
ഞാൻ ഇട്ട് നോക്കട്ടെ.